ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു നാരംബോക്ക്, എ ട്രൂലി സിനിം ഷോ. അപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് IPL ഓപ്ഷൻ കണ്ടു. പല താരങ്ങളും കോടിക്കണക്കിന് രൂപക്കാണ് വിറ്റ് കഴിഞ്ഞത്. ഋഷഭ് പന്ത് 27 കോടിക്ക്, അതുപോലെ തന്നെ നമ്മൾ ശ്രേയസ് അയ്യർ 26 കോടി 25 ലക്ഷത്തിന്, അങ്ങനെ എല്ലാ താരങ്ങളും ഇപ്പോൾ ഹർഷദീപ് സിംഗ് ആയിക്കോട്ടെ, യുസി ചഹൽ ആയിക്കോട്ടെ, ട്രെൻഡ് ബോൾട്ട്, ഇങ്ങനെ എല്ലാവരും നല്ല രൂപത്തിൽ ക്യാഷ് ഉണ്ടാക്കി വേണമെങ്കിൽ പറയാം. പക്ഷേ എനിക്ക് അതിനെക്കാട്ടി കൂടുതൽ ആ ഒരു ഓപ്ഷനിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു ബൈ എന്താ വെച്ച് കഴിഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു ബൈയാണ്. സത്യം പറഞ്ഞാൽ രാജസ്ഥാൻ റോയൽസ് 1 കോടി 10 ലക്ഷത്തിന് ആണ് ഒരു ബീഹാറുകാരനായ ഒരു പയ്യനെ ടീമിക്ക് എത്തിക്കുന്നുണ്ട്. അതിന്റെ പേരെന്താ വെച്ച് കഴിഞ്ഞാൽ വൈഭവ് സൂര്യവംശി. വൈഭവ് സൂര്യവംശി എന്ന് പറഞ്ഞ ചെക്കൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ തൻ്റെ 9ാം വയസ്സ് വരെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോർമലാണ്. അതായത് നമ്മുടെ നാട്ടിൽ തൻ്റെ അച്ഛനൊരു ബാഡി ഫീൽഡ് ഉണ്ട്. അപ്പോൾ ആ ബാഡി ഫീൽഡിൻ്റെ ഒരു ഭാഗത്ത് ചെറിയ ക്രിക്കറ്റ് പിച്ച് കാക്കിയാണ് അങ്ങനെ കളിച്ച് വളർന്ന് 9ാമത്തെ വയസ്സിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ എന്താവുന്നുണ്ട്, ഒരു അക്കാദമിയിലൊക്കെ ചേർന്ന് നല്ല രൂപത്തിൽ കളിക്കുന്നുണ്ട്. പക്ഷേ കാര്യങ്ങളൊക്കെ മാറി മറിയുന്നത് ശരിക്കും അതിന് ശേഷമാണ്. ബിക്കോസ് അതുവരെ നമ്മൾ പറഞ്ഞു എല്ലാം നോർമലാണെന്നുള്ളത്. പിന്നെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, രഞ്ജി ട്രോഫിയിൽ, അതായത് തൻ്റെ 12ാമത്തെ വയസ്സിൽ രഞ്ജി ട്രോഫിയിൽ ഇറങ്ങിയിരുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിസ്റ്ററിയാണ്. ബിക്കോസ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന നമുക്കെല്ലാവരും ക്രിക്കറ്റിന് ദൈവം, ആ ദൈവം തൻ്റെ രഞ്ജി ട്രോഫിയിൽ ഇറങ്ങിയിരുന്നത് 15ാമത്തെ വയസ്സിലാണ്. അതായിരുന്നു അതുവരെയുള്ളൊരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ റെക്കോർഡ് സച്ചിന്റെ പേരിലാണ്. ആ റെക്കോർഡ് മാറ്റി തിരുത്തിയിട്ടാണ് ആര് വരുന്നത്, ഈ പയ്യൻ വരുന്നത്. അതിനുശേഷം നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 13ാമത്തെ വയസ്സിൽ അണ്ടർ 19 ഇന്ത്യ ടീമിന് വേണ്ടി കളിക്കുന്നത്, ദേശീയ കപ്പിന് വേണ്ടി ഇപ്പോൾ ഇന്ത്യ സ്ക്വാഡിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനെക്കാട്ടി കൂടുതലായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കിയത് ഓസ്ട്രേലിയക്കെതിരെ സെഞ്ചുറി അടിക്കുന്നുണ്ട് ഈ പയ്യൻ. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു യങ് സെൻസേഷൻ വേണമെങ്കിൽ പറയാം, വേണമെങ്കിൽ എന്നല്ല തീർച്ചയായും പറയാൻ പറ്റുന്ന ഒരു താരമാണ് വൈഭവ് സൂര്യവംശി എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു താരം രാജസ്ഥാൻ റോയൽസ് പോലുള്ള ഒരു ടീമിലെത്തുമ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്ന എക്സ്പോഷറും അതുപോലെ തന്നെ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എൻ്റെ ഡിഫറെൻ്റ് ആണ്. അത് മാത്രമല്ല രാജസ്ഥാൻ റോയൽസിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം ആരാണ് അവിടുത്തെ കോച്ച് എന്നുള്ളത്. അപ്പോൾ രാഹുൽ ദ്രാവിഡിനെ പോലുള്ള ഒരു കോച്ചിൻ്റെ കീഴിൽ കളിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കറിയാം സഞ്ജു, അതുപോലെ തന്നെ യശസ്വി ജയ്സ്വാൾ, ധ്രുവ് ജൂറൽ, റയാൻ പരാഗ്, അങ്ങനെ ആ ടീം. അത് മാത്രമല്ല, ഇവൻ നമ്മുടെ ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ ഇതിന് മുമ്പ് കോച്ചായിരുന്നു ദ്രാവിഡ്. അപ്പോൾ തിലക് വർമ്മ, അങ്ങനെ കുറേ പ്ലേയേഴ്സ് ആ ഒരു യങ് ടാലന്റേഴ്സിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് കറക്റ്റ് അറിയുന്ന ഒരു താരമാണ് അതിൽ ദ്രാവിഡ്. സോ അങ്ങനെ ദ്രാവിഡിന്റെ കീഴിൽ സഞ്ജുവിനെ പോലുള്ള ഒരു യങ്സ്റ്ററിന്റെ കൂടെ കളിക്കുമ്പോൾ ഡെഫിനറ്റ്ലി വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന ഒരു പ്ലെയർ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ ചിലപ്പോഴേ ഈ പ്രാവശ്യം അവസരം കിട്ടുന്നുണ്ടാവുള്ളൂ, മീൻസ് ഫസ്റ്റ് സ്ക്വാഡിൽ, അതായത് നമ്മുടെ ഒരു പ്രായത്തിന്റെ ഒരു ധാരണ ചിലപ്പോൾ അവസരം കിട്ടും. പക്ഷെ എന്നാൽ കൂടി ആ ഡഗ്ഔട്ടിൽ ഇരിക്കാന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഞാൻ ആ ചെക്കനിൽ ഡെഫിനറ്റ്ലി ഒരു ടാലന്റ് ഇപ്പൊ തന്നെ കണ്ടു, ഫ്യൂച്ചർ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇപ്പോ മുംബൈ ഇന്ത്യൻസിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മലപ്പുറത്തുകാരൻ പെരിന്തൽമണ്ണക്കാരനായ നമ്മുടെ വിഘ്നേഷ് പുത്തൂർ വിക്കി, പെരിന്തൽമണ്ണയിലെ ഫേമസ് ക്ലബ്ബായ ജോളി റോവേഴ്സിന്റെ ഒരു പ്ലെയറാണ്. ജോളി റോവേഴ്സിന് വേണ്ടി ക്ലബ് ക്രിക്കറ്റിലായാലും അതല്ല ഇപ്പോൾ ഡിസ്ട്രിക്ട് വൈസ് കളിക്കുകയാണെങ്കിലും ജോളി റോവേഴ്സിന് വേണ്ടി ക്ലബിന് വേണ്ടി കളിക്കുന്ന ഒരു പയ്യനാണ് വിഘ്നേഷ് പുത്തൂർ എന്ന് പറയുന്നത്. ചെറിയ പ്രായം, 23 വയസ്സുള്ള ഒരു ക്രിക്കറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫായ ഒരു പാരന്റ്സിന്റെ മകനായിട്ട് IPL പോലെയുള്ള ഒരു IPL അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ടീമുകളിൽ ഒരു ടീമായ മുംബൈ ഇന്ത്യൻസിന്റെ സ്ക്വാഡിലാണ്. മുംബൈ ഇന്ത്യൻസിന്റെ ടീമിൽ ഒരു മെമ്പറായിട്ട് കയറി പറ്റുക പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ യങ്സ്റ്റർ ഏതൊരാൾക്കാരും നമ്മളൊക്കെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇന്റർനാഷണൽ ക്രിക്കറ്റിന് ഇന്ത്യക്ക് വേണ്ടി കളിക്കുക അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുക എന്നുള്ളതൊക്കെ ആയിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എത്താൻ പറ്റില്ല. അതുപോലെ പക്ഷെ ഈ ഒരു പ്രായത്തിൽ തന്നെ ഇപ്പൊ ഈ മുംബൈ പോലെയുള്ള അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് IPL നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ വളരെ ആദ്യം പറയുന്ന ഒരു പേരാണ് മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മുംബൈ പോലത്തെ ഒരു വെൽ എക്സ്പീരിയൻസ്ഡ് മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കർ, ഓസ്ട്രേലിയൻ ഇതിഹാസം റിക്കി പോണ്ടിങ്, ഹർഭജൻ സിംഗ്, ശ്രീലങ്കൻ പേസ് ബോളർ ലസിത് മലിംഗ, ജയവർദ്ധന തുടങ്ങി ഒരുപാട് നമ്മൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 2008 IPL തുടങ്ങിയ മുതൽ 2023 ഇപ്പൊ ലാസ്റ്റ് സീസൺ വരെ നോക്കുകയാണെങ്കിൽ നമ്മള് 2024 സീസണിൽ കഴിഞ്ഞ ആ ഒരു ഇത്രയും നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ലെജൻസ് ആ ടീമിൽ കളിച്ചിട്ടുണ്ട്. ആ ടീമില് മലപ്പുറത്തിന്റെ മണ്ണിൽ, അതായത് ക്യാമറ നോർത്ത് ഇന്ത്യ മാറ്റി നമ്മൾ സൗത്ത് ഇന്ത്യ നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോളിന് ആരാധിക്കണം അല്ലെങ്കിൽ ഫുട്ബോളിന് ഒരു ഇമ്പാക്റ്റ് ഉള്ള ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ആണ് കേരളത്തിലെ ഫുട്ബോളിന്റെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മലപ്പുറം. അപ്പൊ മലപ്പുറത്ത് ഒരു പെരിന്തൽമണ്ണ എന്നുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരാള് ഇത്രയും ചെറിയ പ്രായത്തിൽ മുംബൈ പോലത്തെ ഒരു ടീമിൽ എത്തിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല.
കാരണം ഇപ്പോ സെലക്ടർമാര് സെലക്ട് ചെയ്ത് അവന്റെ ഈ ചൈനാമാൻ ബോളർ ഇപ്പൊ ഈ ലെഫ്റ്റ് ഹാൻഡർമാർക്ക് ഇപ്പൊ ഇന്ത്യൻ ടീമിലെ നിലവില് കുൽദീപ് യാദവ് മാത്രമാണ് ഒരു ചൈനാമാൻ ബോളർ ആയിട്ടുള്ളത്. അതെ, അപ്പൊ ആ ഒരു ഓർത്തഡോക്സ് ബോളർ എന്നുള്ള നിലക്ക് ഇവന് സ്വാഭാവികമായിട്ടും ഇവന്റെ ബോളിംഗ് കണ്ട് സെലക്ട് ചെയ്ത് നിൽക്ക് പ്ലേയിങ് ലെവലില് അവസരം കിട്ടുമല്ലോ എന്നല്ല, സ്വാഭാവികമായിട്ടും ഏതൊരു പ്ലെയറിനും ഇപ്പൊ മുൻനിര ബാറ്റേഴ്സ് ഇപ്പൊ 1, 2, 3 ഇപ്പൊ ഈ 5 വരെയുള്ള ബാറ്റർമാർക്ക് സ്വാഭാവികമായിട്ടും ബോൾ ചെയ്യേണ്ടി വരും. കാരണം നോർമലി ബോൾ ചെയ്യാനായിട്ട് ആളുകൾ ഉണ്ടാവും. എന്നിരുന്നാലും ഈ ഒരു ബോളിംഗ് ടാലന്റ് കണ്ടിട്ട് എടുത്തായതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യേണ്ടി വരും, ബോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പൊ ഈ ഡഗൗട്ടിൽ ഇരിക്കുമ്പോൾ ജയവർദ്ധന അല്ലെങ്കിൽ ബോളിംഗ് കോച്ച് മലിംഗ ഇപ്പൊ കണ്ട ലെജൻസിന്റെ ഒക്കെ ഇടയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഓക്കെ എന്നുള്ള ആ ഒരു ഫീലിങ്സ് ഉണ്ടാവില്ല. അത് വളരെ ഒരു എന്താ പറയാ, നമുക്കതൊരു പറയാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ്. അപ്പോൾ അവർക്ക് ബോൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. അവർക്ക് ഇപ്പോ അവസരം കിട്ടിയാലില്ലെങ്കിലും ഇപ്പൊ ഓരോ ബാറ്റർമാർ വരുമ്പോഴും സ്വാഭാവികമായിട്ടും 1 ചിലപ്പോൾ 10 ഓവറുകൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. കാരണം ഇപ്പൊ നമ്മളെ സാധാരണ കളി പോലെ അല്ലല്ലോ, ഈ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് പോലെ അല്ലല്ലോ പ്രൊഫഷണൽ ക്രിക്കറ്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ ഓരോ കളിന്റെ മുന്നേയും എത്രത്തോളം പ്രാക്ടീസ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതിലൊക്കെ ബോൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ഇപ്പൊ ഭാവിയിൽ ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ടിങ് ആണ്. അപ്പൊ ഇനിയിപ്പോ ഭാവിയിൽ ചിലപ്പോ എന്തെപ്പെട്ടേക്കാം പെർഫോമൻസ് കൊണ്ട് ചിലപ്പോ സ്ഥിര സാന്നിധ്യമാവും. ഇപ്പൊ ഈ ശശാങ്ക് സിംഗിനെ കൊണ്ട് പറഞ്ഞ പോലെ ഈ എന്താ പറയാ ആളെ മാറി വിളിച്ചെടുത്തിട്ട് പഞ്ചാബിന് അത് ഉണ്ടാക്കിയ ഇമ്പാക്ട് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ലേലത്തിന് ആളെ പഞ്ചാബ് നിലനിർത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പൊ എന്താ വെച്ചാല് ഇതുപോലെ ഇങ്ങനെ ഒരു അവസരം വന്നു, ഇത് കഴിഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. ഭാവിയിൽ സഞ്ജു സാംസനെ പോലെ വലിയൊരു പ്ലെയർ ആയിട്ട് ഇന്ത്യൻ ടീമിലേക്ക് എത്തിപ്പെടാൻ പറ്റട്ടെ. അതെ, കാരണം ചാൻസ് കൂടുതലാണ്. കാരണം തീർച്ചയായിട്ടും മുംബൈ ടീമിന്റെ സ്ക്വാഡിൽ രോഹിത് ശർമ്മ ആയിക്കോട്ടെ, ഹാർദിക് പാണ്ഡ്യ, അങ്ങനെ എല്ലാവരും ആ ഇന്ത്യൻ കോർ ടീം എന്ന് പറഞ്ഞാൽ മുംബൈ ഇന്ത്യൻസ് ആണ്. അപ്പൊ ആ ഒരു ടീമിന്റെ ഒരു സാന്നിധ്യം ആവുമ്പോൾ എന്തായാലും കൂടുതൽ അവസരങ്ങൾ ഇവർക്ക് കൂടുതൽ ആ ഒരു പ്ലെയറിനെ അറിയാൻ സാധിക്കും എന്നുള്ളത് ഇവർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടാനൊരു ചാൻസ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇപ്പോ കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ ഈ കേരളത്തില് നമുക്കറിയാമോ, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ക്രിക്കറ്റിനോടുള്ള സമീപനം അല്ല കേരളത്തിലെ സമീപനം. കേരളത്തിൽ പൊതുവെ ഈ സെവൻസ് അല്ലെങ്കിൽ ഇപ്പോ അതെ ഫുട്ബോൾ ഇപ്പൊ ISL പോലെയുള്ള ഇപ്പൊ കേരള സൂപ്പർ ലീഗ് കഴിഞ്ഞു, കേരള പ്രീമിയർ ലീഗ് കഴിഞ്ഞു. അപ്പൊ ആളുകൾക്ക് ക്രിക്കറ്റിനേക്കാൾ ഉപരി ആളുകൾക്ക് താല്പര്യം കേരളത്തിലെ ആളുകൾക്ക് അവരുടെ ഒരു കുറവല്ല. കാരണം പ്രത്യേകിച്ച് മലയാളികൾ എന്ന് പറഞ്ഞാൽ ഏത് സ്പോർട്സ് ആയാലും ഒരുപോലെ കാണുന്ന ആൾക്കാരാണ്. അതെ, കാരണം വെച്ചാൽ കേരളത്തില് ക്രിക്കറ്റിനേക്കാളും കൂടുതൽ കളിച്ച് അല്ലെങ്കിൽ കളികളായാലും ഓരോ ടൂർണമെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഫുട്ബോളിനായതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടുതൽ ഈ ക്രിക്കറ്റിനേക്കാളും സ്വാധീനം കൊടുക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ ക്രിക്കറ്റിനേക്കാളും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഫുട്ബോളാണ്. ഇപ്പൊ നമ്മളിപ്പോ ക്രിക്കറ്റിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യൻ ടീമിൽ കളിച്ചവരായാലും ഇപ്പൊ അങ്ങനെയുള്ള പ്ലേയേഴ്സ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു സൗത്ത് കേരള, തൃശ്ശൂർ, എറണാകുളം, അതെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രിക്കറ്റിന് ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയാ ആളുകളുടെ ഒരു സ്വാധീനം അല്ലെങ്കിൽ ആളുകളുടെ ഒരു പ്രസൻസ് ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രദേശങ്ങളിലേക്കാണ്. എറണാകുളം, തിരുവനന്തപുരം എന്നുള്ള ഏരിയകളാണ്. ഇപ്പൊ മലബാറിലേക്ക് വരികയാണെങ്കിൽ കാസർഗോഡ് മുതൽ മലപ്പുറം വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ടൂർണമെന്റുകൾ സെവൻസ് ആയാലും ഫൈവ്സ് ആയാലും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മലബാർ. അപ്പൊ ഈ മലബാറിൽ നിന്നാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വിഘ്നേഷ് പുത്തൂര്, അതെ പുത്തൂര് എന്ത് ചെയ്യുന്നത് കേടി വരുന്നത് അതാണ്. പക്ഷെ അത് മാത്രമല്ല, പിന്നെ നമ്മൾ പറഞ്ഞു ഇപ്പൊ അതല്ലാതെ കുറെ മലയാളി പ്ലേയേഴ്സ് ടീമിലുണ്ട്. ഇപ്പൊ സച്ചിൻ ബേബി ആയിക്കോട്ടെ, വിഷ്ണു വിനോദ്, ദേവദത്ത് പടിക്കൽ, മലയാളി ആണെങ്കിൽ ടീമിലുണ്ട്. അത് പിന്നെ മാത്രമല്ല ഇതിനു മുമ്പ് കളിച്ച ബേസിൽ തമ്പി ആയിക്കോട്ടെ, സന്ദീപ് വാര്യർ, അങ്ങനെ കുറെ പ്ലേയേഴ്സ് കളിച്ചിട്ടുണ്ട്. പക്ഷെ ഓർക്കൊന്നും എന്തുകൊണ്ടാണ് ആ ഒരു ലെവലില് അതായത് നമ്മളിപ്പോ പ്രതീക്ഷിച്ചു നമ്മളൊക്കെ ഓരോ മലയാളീസ് വരുമ്പോൾ നല്ല പ്രതീക്ഷ വെക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു രൂപത്തിൽ പെർഫോം ചെയ്യാൻ അവർക്കൊക്കെ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടാണ്. അല്ല, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, അതെന്ന് ആളുകൾക്ക് ക്രിക്കറ്റിനോടുള്ള സമീപനം. ഇപ്പൊ കേരളത്തിൽ യങ് ടാലൻസ് ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മൾ അറിയപ്പെടുന്ന, കാരണം മുംബൈയിലേക്ക് സെലക്ഷൻ കിട്ടിയതുകൊണ്ട് വിക്കിനെ പറ്റി നമ്മൾ അറിഞ്ഞു, വിഘ്നേഷ് പുത്തൂരിനെ പറ്റി നമ്മൾ അറിഞ്ഞു. ഇതുപോലെ ഗ്രാസ് റൂട്ട് ക്രിക്കറ്റ് എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ജില്ലകളിൽ ഈവൻ മലപ്പുറത്ത് നിന്ന് വരെ എന്തുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പെരിന്തൽമണ്ണ ക്രിക്കറ്റ് അക്കാദമിന്റെ KCന്റെ രഞ്ജി ട്രോഫി നടക്കുന്ന ഗ്രൗണ്ടാണ് KCന്റെ ഗ്രൗണ്ടുള്ള പെരിന്തൽമണ്ണ. പിന്നെ അതുപോലെ തന്നെ മലപ്പുറത്ത് ഒരുപാട് പ്രൊഫഷണൽ ക്രിക്കറ്റ്സിന്റെ ഗ്രൗണ്ടുകളുണ്ട്, ഇല്ലാന്നല്ല, അത് അക്കാഡമികളുണ്ട്. ഇപ്പൊ നമ്മൾ അങ്ങനെ താഴെ തട്ടിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്ലേയേഴ്സ് എന്തുണ്ടാവും, വളർന്നു വരുന്ന പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ ഈ മലയാളികളായ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസിന് പൊതുവെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് എത്തി ഒരുപക്ഷെ ഈ ഒരു പൊളിറ്റിക്സിന്റെ ഒരു വിഷയം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇനി മറ്റു പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. നമ്മൾ കൂടുതൽ നമുക്ക് ഡീറ്റെയിൽസ് അറിയത്തോണ്ട് ചർച്ച ചെയ്യാൻ പറ്റില്ല, വേറെ കാര്യം ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് മേ ബി ഒരു വിഷയം ഉണ്ടാവും. അപ്പോൾ കേരളത്തിലുള്ള ആളുകൾക്ക് ക്രിക്കറ്റിനോടുള്ള സമീപനവും അപ്പോൾ ഈ ഒരു ക്രിറ്റിസിസം ഉള്ളത് കൊണ്ടായിരിക്കാം ഈ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് പ്ലേയേഴ്സ്
മുൻനിര ക്രിക്കറ്റിലേക്ക് അവസരങ്ങൾ കിട്ടാൻ ഇപ്പൊ കേരളത്തിൽ കുറെ ഫുട്ബോൾ നമ്മൾ സെവൻസ് അങ്ങനെ കുറെ ലീഗ്സ് അതുപോലെ തന്നെ ക്രിക്കറ്റിന് ആ ഒരു അവസരങ്ങൾ കിട്ടുന്നില്ല. തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ശ്രീശാന്ത് ആയാലും സഞ്ജു ആയാലും ഇപ്പൊ ഇങ്ങനെ കളിച്ചാൽ വളരെ ചുരുങ്ങിയ ആളുകൾക്കാണ് ഇന്ത്യൻ ടീമിലേക്കുള്ള അവസരം കിട്ടുന്നത്. അപ്പൊ ഇവർക്ക് കിട്ടണം. കാരണം നമുക്ക് ഭയങ്കര ആഗ്രഹം മലപ്പുറത്ത് നിന്നുള്ള പ്ലെയർക്ക് അല്ലെങ്കിൽ ഫുട്ബോളിന്റെ മക്ക എന്നറിയപ്പെടുന്ന കേരളത്തിലെ മലപ്പുറത്ത് നിന്നുള്ള ഒരു പ്ലെയർക്ക് അവസരം കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു അഭിമാനമാണ്. അസ മലയാളി അല്ലെങ്കിൽ മലപ്പുറത്തുകാരെന്നുള്ള നിലയ്ക്ക് നമുക്ക് വളരെയധികം അഭിമാനമുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ നോർമൽ തന്നെ സെലക്ടേഴ്സ് കൂടുതൽ നോക്കുക. നമ്മുടെ മുസ്താഖ് അലി ട്രോഫി അതുപോലെ തന്നെ രഞ്ജി ട്രോഫി ഇങ്ങനെ കുറെ മാച്ചസ് ആണല്ലോ ഇന്ത്യൻ ടീമിനായിട്ടുള്ള സെലക്ഷൻ എന്ന് പറയുന്നത്. അതിന് കേരളത്തിൽ എത്രത്തോളം പെർഫോം ചെയ്യാൻ കഴിയുന്നുള്ളത് ഒരു റീസൺ ആണ്. തീർച്ചയായിട്ടും. ഇപ്പോ ഒരേ രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാണ് സീനിയർ ടീമിലേക്കായാലും അല്ലെങ്കിൽ മെയിൻ ടീമിലേക്കായാലും സെലക്ഷൻ കിട്ടുള്ളൂ. ഇപ്പൊ രഞ്ജിലായാലും സയ്യിദ് മുസ്താഖിലായാലും ഈവൻ ഇപ്പൊ നമ്മളെ സഞ്ജു ആയാലും അതല്ലെങ്കിൽ ഈ റിയാൻ പരാഗ്, യശസ്വി ജയ്സ്വാൾ എന്ന് പറഞ്ഞ ഇന്ത്യൻ ടെസ്റ്റിന്റെ ഒരു മുഖമാണ് ശരിയാ. ഇവരൊക്കെ വരുന്നത് ഇതുപോലെ ഡൊമസ്റ്റിക് ടൂർണമെന്റുകൾ കളിച്ചിട്ടാണ്. IPL അതേപോലെ സയ്യിദ് മുസ്താഖ് അലി ട്രോഫി, രഞ്ജികൾ കളിച്ചിട്ടാണ്. അപ്പൊ അതാ പറഞ്ഞത്. അപ്പൊ ഇതുപോലെയുള്ള ഒരു കേരളത്തിൽ ശരിക്കും വരണം. നമുക്ക് അങ്ങനെ ഉണ്ടായൊരു നഷ്ടം അല്ലെങ്കിൽ അതുപോലെ നമുക്ക് നികത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പോ 2011 അറിയാലോ IPL എക്സ്പാൻഡ് ചെയ്തപ്പോ 2 പുതിയ ടീമുകൾ ആഡ് ചെയ്തു. അതിലൊരു ടീം നമ്മുടെ സ്വന്തം കൊച്ചി ടസ്കേഴ്സ് കേരള എന്നുള്ളതാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടാവും. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഓക്കെ 2011 സമയത്ത് നമ്മളിങ്ങനെ ക്രിക്കറ്റിന് ഇഷ്ടപ്പെട്ട് IPL ഒക്കെ തുടങ്ങി ഇങ്ങനെ ആ ഒരു ഇൻട്രസ്റ്റിൽ വരുന്ന സമയത്താണ് കൊച്ചി ടസ്കേഴ്സ് കേരളന്റെ എൻട്രൻസ് IPL-ലേക്ക്. ഇപ്പൊ IPL എക്സ്പാൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. IPL എക്സ്പാൻഡ് ചെയ്തപ്പോ ആ സമയത്ത് നമ്മളെ IPL-ലേക്ക് ആഡ് ചെയ്ത ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞ ക്രിക്കറ്റ് ടൂർണമെന്റിലേക്ക് ആഡ് ചെയ്ത 2 ടീമുകളാണ് പൂനെ വാരിയേഴ്സ് ഇന്ത്യ അതുപോലെ തന്നെ കൊച്ചി ടസ്കേഴ്സ് കേരള. കൊച്ചി ടസ്കേഴ്സ് കേരള എന്ന് പറയുമ്പോൾ തന്നെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് ഒരു ടീം IPL പോലുള്ള ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം ഒരു അഭിമാനം ഒരു മലയാളിക്ക് എന്താ ഉള്ളത് ചിന്തിക്കുന്ന കാര്യമാണ്. കാരണം ആ ടീം എന്ന് പറഞ്ഞാൽ ചില്ലറ ടീമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെ കൊച്ചി ടസ്കേഴ്സ് കേരള എന്ന് പറഞ്ഞ ആ ഒരു ടീം വെറും ഒരു ടീമായിരുന്നില്ല. കാരണം നമുക്ക് മനസ്സിലാക്കാം, ജയവർദ്ധന, ബ്രണ്ടൻ മക്കെല്ലാം, മലയാളികളെ കാര്യം നോക്കുകയാണെങ്കിൽ ശ്രീശാന്ത്, റൈഫി വിൻസെന്റ് തോമസ്, പ്രശാന്ത് പരമേശ്വരൻ, മുത്തയ്യ മുരളീധരൻ, ജഡേജ തുടങ്ങി അതുപോലെ ബ്രാഡ് ഹോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു വമ്പൻ താരനിരയാണ്. ഒരു എന്താ പറയാ ഒരു കിടിലൻ ടീം തന്നെയായിരുന്നു. കാരണം നമ്മള് മനസ്സിലാക്കേണ്ട കാര്യം വേറെ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സച്ചിൻ മാസ്റ്റർ ക്ലാസ് സച്ചിൻ ടെണ്ടുൽക്കറിന് അദ്ദേഹത്തിന്റെ 2020 കരിയറിൽ ആകെ ഒരു സെഞ്ചുറി ഉള്ളൂ. ആ സെഞ്ചുറി അടിച്ചത് വാങ്കഡയിൽ മുംബൈന്റെ ഹോം ഗ്രൗണ്ടായ വാങ്കഡയിൽ വെച്ചിട്ട് കൊച്ചി ടസ്കേഴ്സ് കേരളക്കെതിരെ ആ കളി അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസിന്റെ ഫസ്റ്റ് ഇന്നിങ്സ് കൊണ്ട് തന്നെ മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സിന്റെ സെഞ്ചുറിയോട് കൂടി ആൾക്കാർ ശ്രദ്ധിച്ചു. കാരണം ഫസ്റ്റ് സെഞ്ചുറിയാണ്. അതെ, ഇന്റർനാഷണൽ ലെവലിലായാലും ഡൊമസ്റ്റിക്കിലായാലും 2020 അദ്ദേഹം വേറെ സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ആ ടീമിനെ അല്ലെങ്കിൽ അങ്ങനെ കളിച്ച ഒരു കളിയിൽ ആ ടീമിനെ അടിച്ചിട്ടിട്ട് മക്കല്ലത്തിന്റെ പെർഫോമൻസ് കൊണ്ട് മക്കല്ലം അല്ലെങ്കിൽ ഇപ്പോ ജഡേജ പോലെയുള്ള മക്കല്ലം ജഡേജ പാർട്ണർഷിപ്പ് ആയിരുന്നു അന്ന് ഈ കൊച്ചി ടസ്കേഴ്സ് കേരള ടീമിന്റെ നെടുന്തൂൺ. കാരണം വെച്ചാല് ഇപ്പൊ നമ്മളിപ്പോ മഹീനെ അല്ലെങ്കിൽ മഹേന്ദ്ര സിംഗ് ധോണി, വിരാട് കോഹ്ലി മാറ്റി വെച്ച് കഴിഞ്ഞാല് ഇന്ത്യൻ ടീമിലുള്ള ഒരു ബെസ്റ്റ് ഫിനിഷറാണ് ഈ രവീന്ദ്ര ജഡേജ എന്നുള്ളത്. ഇപ്പോ ചെന്നൈക്ക് വേണ്ടിയിട്ടായാലും മുൻപ് ഗുജറാത്ത് ലയൺസിന് കളിച്ചപ്പോ അതിനായാലും അപ്പോ ഇപ്പൊ കഴിഞ്ഞ നമ്മളെ കണ്ടതാണ് ലാസ്റ്റ് വേൾഡ് കപ്പ് 2020 നമ്മളെ IPL 2023 ഫൈനല് ഗുജറാത്തിനെതിരെ നേടി. അപ്പൊ ഒരു ഫിനിഷർ എന്ന നിലക്ക് അന്ന് 2011 മുംബൈക്കെതിരെ അവരുടെ നാട്ടിൽ പോയി അവരുടെ ആ ഒരു ഇന്നിങ്സിന്റെ ബലത്തിൽ കൊച്ചി ടസ്കേഴ്സ് ജയിച്ചു. ചെന്നൈനെ തോൽപ്പിച്ചു, കൊൽക്കത്തനെ 2 വട്ടം തോൽപ്പിച്ചു. അവരുടെ ഗ്രൗണ്ടിലും നമ്മുടെ ഗ്രൗണ്ടിലും തോൽപ്പിച്ചു. 2014 നമ്മുടെ കലൂർ സ്റ്റേഡിയം, അന്ന് കൊച്ചി ടസ്കേഴ്സിന്റെ ഹോം ഗ്രൗണ്ട്, കലൂർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ ലാസ്റ്റ് മത്സരം ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ്. അതെ, ഒരുമിച്ച് അത് പിന്നെ ഈ DGCA അല്ലെങ്കിൽ KCA എന്നുള്ള നിലക്ക് ഇപ്പോ GDC ഗ്രേറ്റർ ഡെവലപ്മെന്റ് കൊച്ചി അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അവരും അല്ലെങ്കിൽ KCA ചില KFA ചില വിഷയങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു, കലൂരിൽ നിന്നും ക്രിക്കറ്റ് പൂർണ്ണമായിട്ട് മാറ്റപ്പെട്ടു. കാരണം ഇപ്പൊ നിലവിൽ കേരളത്തിന്റെ ക്രിക്കറ്റ് ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മളെ ട്രിവാൻഡ്രം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ്. അപ്പൊ 2014 ലാസ്റ്റ് ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസോട് കൂടി കലൂരിലെ കളി അവസാനിച്ചു. അപ്പൊ നമ്മൾ പറയുന്നത് ഈ ഒരു കളിപ്പോ നമ്മള് ഇപ്പൊ മുംബൈന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മുംബൈക്കാർ എന്ന് പറഞ്ഞിട്ട്, അതായത് മുംബൈക്കാരായ ഒരുപാട് പേരുണ്ട് മഹാരാഷ്ട്ര എന്നുള്ള. അപ്പൊ കേരളത്തിൽ ഇപ്പൊ ഈ ഒരു സംഗതി ഇങ്ങനെ നിലനിന്ന് പോരുന്നിരുന്നുവെങ്കിൽ
2014 ആ ഈ ഒരു കരാർ വിഷയങ്ങൾ കൊണ്ട് ആ ഒരു സീസണോട് കൂടി കൊച്ചി ടസ്കേഴ്സിന്റെ ആ ഒരു യാത്ര അവസാനിച്ചു. ഒറ്റൊരു സീസൺ അത് ഉണ്ടാക്കിയ ഇമ്പാക്ട് വളരെ വലുതാണ്. അപ്പൊ അതിങ്ങനെ നിലനിന്ന് പോകുന്നതിന് ഇപ്പൊ 2024 എത്തിക്കുമ്പോൾ 2025 പുതിയ സീസൺ തുടങ്ങാനായി. ഈ സീസണൊക്കെ തുടങ്ങുമ്പോഴും കൊച്ചി ടസ്കേഴ്സ് കേരള എന്നുള്ള ഒരു ഓറഞ്ച് ജേഴ്സി, ഓറഞ്ചും പർപ്പിളും മിക്സ് ആയിട്ട് ഒരു ജേഴ്സിയുള്ള ടീം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഇന്ന് കണ്ടെത്തിയ വിഘ്നേഷ് പുത്തൂരിനെ പോലത്തെ 10 വിഘ്നേഷ് പുത്തൂരുമാരെ ചിലപ്പോ ഈ ഒരു 13 വർഷങ്ങൾ 14 വർഷങ്ങൾ കൊണ്ട് കേരളത്തിൽ ഉണ്ടാവുമായിരുന്നു. അത് മറ്റൊരു കാര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ ആ ഒരു ടീമിൽ ഉണ്ടാകുമ്പോൾ അത് മാത്രമല്ല ആ കോച്ചിങ് സ്റ്റാഫുകളും ആ ഒരു ടീമും ഒക്കെ നമ്മുടെ നാടിനെ സന്ദർശിക്കും. അപ്പോൾ യങ് ടാലന്റുകളെ വീണ്ടും വീണ്ടും പല, അതായത് നമ്മളിപ്പോ അറിയാലോ ഓരോ നോക്കാൻ വളർന്നാണ് ഓരോ താരങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ചെന്നുള്ളത് വേറൊരു കാര്യമാണെന്നുള്ളത് തന്നെയാണ്. സോ ഡെഫിനറ്റ്ലി ആ ഒരു കൊച്ചി ടസ്കേഴ്സിന് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. കാരണം ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ഐഎസ്എല്ലിന്റെ കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേ മലയാളികൾക്ക് പരിചിതമായ ടീമാണ് കൊച്ചി ടസ്കേഴ്സ് കേരള. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളികൾ ഏതൊരു കളിനെയാണെങ്കിലും ഒരുപോലെ നെഞ്ചിലേക്കുന്ന ആൾക്കാരാണ്. കൊച്ചി ടസ്കേഴ്സ് കേരള എന്നൊരു ക്രിക്കറ്റ് ടീം വന്നാലും ഇപ്പോ കേരള ബ്ലാസ്റ്റേഴ്സ് മുൻപ് വിവാ കേരള ഉണ്ടായിരുന്നു, ഐ ലീഗ് കളിച്ച വിവാ കേരള ഉണ്ടായിരുന്നു, ഗോകുലം കേരള, അതൊക്കെ അത് പറഞ്ഞു. മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമാണ്. എന്തൊരു കാര്യത്തിനായാലും വളരെയധികം ആത്മാർത്ഥമായി നെഞ്ചിലേറ്റ് ടീം. അപ്പൊ കൊച്ചി ടസ്കേഴ്സ് കേരള എന്നുള്ളതിന്റെ ഒരു ഇമ്പാക്ട് കുറവാണ് എന്ത് വിഘ്നേഷ് പുത്തൂരിനെ പോലെയുള്ള പ്ലേയേഴ്സിനെ കണ്ടുപിടിക്കാൻ സാധിക്കാഞ്ഞത്. സോ നമ്മളിപ്പോ IPL അതായത് സെൻസേഷനെ പറ്റി അതുപോലെ തന്നെ താരങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. പക്ഷെ ചില താരങ്ങൾ അൺസോൾഡ് ആയിട്ട് പോയിട്ടുണ്ട്. അതിൽ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള താരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറെ താരങ്ങൾ ഈ സീസണിൽ അൺസോൾഡ് ആയി പോയിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് വൺ നമുക്കറിയാം ഡേവിഡ് വാർണർ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ഇതിഹാസമാണ്. സോ അയാള് അൺസോൾഡ് ആവുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരിക്കലും. കാരണം കളിച്ച എല്ലാ സീസണിലും നല്ല രൂപത്തിൽ പെർഫോം ചെയ്തേ, അല്ലെങ്കിൽ IPL തന്നെ ഒരു സെൻസേഷൻ ആണ് ഡേവിഡ് വാർണർ എന്ന് പറയുന്നത്. സോ ആ ഡേവിഡ് വാർണർ നമുക്കറിയാം ഇപ്പൊ പുഷ്പ അതിലൊക്കെ വാർണർ എന്നുള്ളത് ക്രിക്കറ്റ് കൊണ്ട് മാത്രമല്ല, അദ്ദേഹം ഇന്ത്യക്കാരുടെ ഇടയിൽ എന്ത് ചെയ്ത ഈ ഹേറ്റേഴ്സ് ഇല്ലാത്ത പ്ലേയേഴ്സ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു പ്ലെയർ ആണ് വാർണർ. ഹേറ്റേഴ്സ് ഇല്ലാന്നല്ല, കാരണം ചിലപ്പോ ഹേറ്റേഴ്സ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡിവിലിയേഴ്സിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു പ്ലെയർ ആണ്. കാരണം അദ്ദേഹത്തിന്റെ കളിക്കളത്തിലെ പെർഫോമൻസും പുറത്തെ പെർഫോമൻസും നോക്കണേ. അപ്പൊ ഈ വാർണർ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റ് കൊണ്ട് മാത്രം ഇന്ത്യയിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു വ്യക്തിയല്ല. അദ്ദേഹം ഇന്ത്യനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു ആസ് ആൻ ഓസ്ട്രേലിയൻ ഇന്ത്യയോട് വളരെയധികം ഹൃദയഭേദകമായ ഒരു ബന്ധമുള്ള ഒരു പ്ലെയറാണ് വാർണർ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ 184 മാച്ചുകളിൽ 184 മാച്ചിലും അദ്ദേഹത്തിന് ഇന്നിങ്സ് ഉണ്ട്. 184 ഇന്നിങ്സ് ആണ്. നമ്മൾ ഇപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തെ പറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല IPL അങ്ങനെ ഒരു വേറൊരു പ്ലെയർ ഉണ്ടെന്നുള്ളത്. എല്ലാ മാച്ചിലും ഒരുപോലെ ഇന്നിങ്സ് ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ ഇന്നിങ്സ് കളിച്ച ഒരു പ്ലെയർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ 6500ഓളം റണ്ണ് സ്കോർ ചെയ്ത 3 സീസണിൽ അദ്ദേഹം ഓറഞ്ച് ക്യാപ്പ് നേടിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്ലെയർ ഒരു 2025 എത്തി നിൽക്കുമ്പോൾ ഒരു 16 വർഷത്തിന്റെ ഇടയ്ക്ക് ഈ ഒരു സമയത്ത് അൺസോൾഡ് ആയി പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ വാർണറെ സ്നേഹിക്കുന്ന ഇന്ത്യക്കാർക്ക് ആരൊരാൾക്കും മാനസികമായിട്ട് വളരെയധികം ഒരു വിഷമമുണ്ടാകുന്ന കാര്യമാണ് അത്. അപ്പൊ നമ്മൾ വാർണറെ കാര്യമില്ല, ഒരുപാട് വേറെ പ്ലേയേഴ്സ് ഉണ്ട്. അതുപോലെ ഇപ്പൊ ഈ കെൻ വില്യംസൺ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ചെന്നൈക്കെതിരായ മാച്ചിൽ അദ്ദേഹം അവര് 6 രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ വീഴുന്നു, അദ്ദേഹത്തിന് പരിക്ക് പറ്റുന്നു. പിന്നെ അദ്ദേഹത്തിന് ഒരു കംബാക്ക് IPL ഉണ്ടായിട്ടില്ല. അതിനുശേഷം വേൾഡ് കപ്പ് കളിച്ചു, ന്യൂസിലാൻഡിന് വേണ്ടി ടെസ്റ്റ് കളിക്കുന്നുണ്ട്. പക്ഷേ IPL-ലേക്ക് പിന്നെ അദ്ദേഹം ഒരു കംബാക്ക് നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും സെലക്ടർമാരായാലും ഈ ബിഡിനായ സമയത്തൊക്കെ അങ്ങനെ ഒരു പ്ലെയർ അവർക്ക് വിളിച്ചെടുക്കാൻ പറ്റില്ല. അദ്ദേഹം അൺസോൾഡ് ആയി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം സങ്കടമാണ്. അതുപോലെ തന്നെ എനിക്ക് വേറെ തോന്നിയ ഒരു സാധനം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ അതെ. പ്രതീക്ഷ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യയില് ഇപ്പൊ അണ്ടർ-19 കളിച്ച് വന്ന സെൻസേഷൻ ഒക്കെ അതായത് ഒരു ഹൈ ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു. കാരണം സച്ചിനോടൊക്കെ ഉപയോഗിച്ച് ആ ഒരു ഷോട്ട് കൊണ്ടൊക്കെ കവർ ഡ്രൈവ് ഒക്കെ അതുപോലെ ചെയ്തിരുന്ന ഒരു ആളാണല്ലോ. അപ്പൊ ആ ഒരു പ്ലെയർ ഈ സീസണിൽ അൺസോൾഡ് ആവാന്ന് പറയുന്നത് ഈ ഓസ്ട്രേലിയക്കെതിരെ അണ്ടർ-19 വേൾഡ് കപ്പ് ഫൈനലില് കപ്പടിച്ച ടീമിന്റെ ക്യാപ്റ്റനാണ്. കപ്പടിച്ച ഇന്ത്യൻ ടീമിന്റെ ഈ ശുഭൻ ഗില്ല്, അതുപോലെ നമ്മുടെ ഈ കമലേഷ് നാഗർകോട്ടി, ശിവമാവി എന്നുള്ള ഒരുപാട് ഇപ്പൊ നിലവിൽ ആക്റ്റീവ് ക്രിക്കറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന പൃഥ്വി ഷാ. അങ്ങനെ അത് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യമില്ല. നമുക്ക് മനസ്സിലാവല്ലോ, ഒരുപാട് ക്യാപ്റ്റന്മാർ നമ്മൾ ഇന്ത്യൻ ദാദാ സൗദ ഗാംഗുലി, പിന്നെ താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് രാഹുൽ ദ്രാവിഡ് ക്യാപ്റ്റൻ ആയിരുന്നു, സച്ചിൻ ക്യാപ്റ്റൻ ആയിട്ടുണ്ട്, അതുപോലെ ധോണി അറിയാലോ
ICCയുടെ 3 ചാമ്പ്യൻഷിപ്പ് നേടിയ ക്യാപ്റ്റൻ നിലവിൽ ലോകത്തിലുള്ള ഒരു ക്യാപ്റ്റൻ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അപ്പോൾ അതുപോലെ അണ്ടർ-19 വേൾഡ് കപ്പ് നേടുന്ന ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. വിരാട് കോഹ്ലിക്ക് ശേഷം അല്ലെങ്കിൽ ഉന്മുഖ് ചന്ദിന് ശേഷം ഇന്ത്യക്കും വേണ്ടി വേൾഡ് കപ്പ് നേടിയിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ് പൃഥ്വി ഷാ അൺസോൾഡ് ആയി പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കണം എന്തുകൊണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് മയങ്ക് അഗർവാളിന്റെ കാര്യത്തിൽ നല്ല രൂപത്തിൽ പെർഫോം ചെയ്യുന്ന ഒരു ഓപ്പണർ ആയിരുന്നു മയങ്ക് അഗർവാൾ ആയിക്കോട്ടെ. ഇവരൊക്കെ തന്നെ നല്ല രൂപത്തിൽ നമ്മൾ പ്രതീക്ഷ വെച്ചിരുന്നു ഇവരൊക്കെ എന്തായാലും നല്ല രൂപത്തിൽ വിറ്റഴിഞ്ഞ് പോകുന്നുള്ളത്. പക്ഷേ ഇതിപ്പോ അദ്ദേഹം സൺറൈസേഴ്സിലായിരുന്നപ്പോഴും അല്ലെങ്കിൽ പഞ്ചാബിലായിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഈ ഒരു സമയത്തിൽ എത്തുമ്പോൾ ഒരുപക്ഷെ പുതിയ താരങ്ങൾക്കുള്ള അവസരങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. എന്നിരുന്നാലും ഇതുപോലത്തെ ഒരു കത്തി നിൽക്കുന്ന അല്ലെങ്കിൽ സെൻസേഷൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സ് പ്രായം കൊണ്ടൊന്നല്ല ആയിരിക്കാം. അത് സെലക്ടർമാർ നമ്മൾ ഈ സംസാരിക്കുന്ന പോലെ അല്ലല്ലോ. സെലക്ടർമാർ അവരുടെ കണ്ണില് ആർക്കും ഓരോ കാര്യങ്ങൾ ഉണ്ടാവല്ലോ. ഓരോ ടീമിന്റെ ഓണർമാരായാലും ഇന്ന പ്ലേയേഴ്സ് വേണം, ഇത്തരം പ്ലേയേഴ്സ് വേണം, അതിൽ ഇങ്ങനെ പെർഫോം ചെയ്യുന്ന പ്ലേയേഴ്സ് വേണം എന്നുള്ളത് ഓരോ സെലക്ടർമാർക്കും അല്ലെങ്കിൽ ഇപ്പോ ആ ലേലത്തിനിരുന്ന ആളുകൾക്കും ഓരോ പ്ലാൻ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോ ഈ അൺസോൾഡ് താരങ്ങളെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ചില താരങ്ങൾ പെട്ടെന്ന് IPL അപ്രത്യക്ഷമായ കുറച്ച് ആൾക്കാരുണ്ട്. ശരിക്കും നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ചില വിടവാങ്ങൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ഡെഫിനറ്റ്ലി ഫസ്റ്റ് വൺ എനിക്ക് തോന്നുന്നു സുരേഷ് റെയ്ന ചിന്നത്തലേ. അല്ല, ചെന്നൈന്റെ ഏറ്റവും വലിയൊരു എന്താ പറയാ ഒരു ചിന്നത്തല എന്ന് പറഞ്ഞാൽ ധോണി കഴിഞ്ഞാൽ ചെന്നൈക്ക് റെയ്ന എന്നുള്ളതായിരുന്നു. നമ്മളൊക്കെ ചെറുപ്പത്തില് ചെന്നൈന്ന് കാണുമ്പോൾ ധോണി എന്നതിലുപരി ധോണി ഓൾറെഡി ഒരു അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അതെ, തല എന്ന് പറഞ്ഞാൽ വെറും തലയല്ല, ഭയങ്കര ഒരു തല, വലിയൊരു തല. അതിൽ നിന്നും നമ്മൾ ധോണിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അന്ന് ഈ ഹെയ്ഡൻ അതുപോലെ സ്മിത്ത് ആളുള്ള പ്ലേയേഴ്സിന്റെ അടിയിൽ നമ്മൾക്ക് ഇന്ത്യൻ താരം എന്നുള്ള നിലയിൽ നമ്മൾ കണ്ടിരുന്ന ഒരു പ്ലെയറാണ് സുരേഷ് റെയ്ന എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് ശൈലി, ഒരു കൃത്യതയാർന്ന കളി, അതായത് സ്റ്റൈലിഷ് പ്ലെയറാണ്. അതെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഓർമ്മയിൽ മുംബൈക്കെതിരെയാണെന്ന് ഞാൻ ഓർക്കുന്നത്. 24 ബോളിൽ 87 റൺസിൽ അത് റൺഔട്ടായി. ഒരു പക്ഷേ അന്ന് അദ്ദേഹം ആ ഒരു റൺഔട്ട് അൺഫോർച്ചുനേറ്റ്ലി ബ്രണ്ടൻ മക്കല്ലും സുരേഷ് റെയ്ന അവർ തമ്മിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രശ്നം മൂലം സുരേഷ് റെയ്ന റൺഔട്ടായി. അന്നത് നിന്നിരുന്നെങ്കിൽ ഈ 30 ബോളിൽ സെഞ്ചുറി എന്നുള്ള ഒരു ഗെയിലിന്റെ റെക്കോർഡ് അല്ലെങ്കിൽ 2020 ഓൾ ടൈം റെക്കോർഡ് ഒരു പക്ഷേ അന്ന് അദ്ദേഹം കടക്കുമായിരുന്നു. കാരണം 24 ബോളിൽ 87 റൺസാണ്. ബാക്കി 3 ബോൾ മതിയാവും അദ്ദേഹത്തിന് 13 റൺസ്. ആ ഒരു ഫോം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് കളിക്കണം. അപ്പോൾ ഈ റെയ്ന വളരെ കാലം, അപ്പോൾ IPL തുടങ്ങിയെന്ന് മുതൽ ഏകദേശം ഈ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഒരു ഇമ്പാക്ട് കുറയുന്നത് വരെ അദ്ദേഹം തന്നെയായിരുന്നു ഈ IPL മോസ്റ്റ് റൺസ് 5000 ചില്ലാണ്. അപ്പോൾ ഇപ്പൊ കോഹ്ലി ആയാലും അവരൊക്കെ 3000 ആ റേഞ്ചിൽ നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റണ്ണ് ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു റെയ്ന എന്ന് പറയുന്നത്. പിന്നെ ചില ഒരു സീസണിന്റെ ഇടയിലാണ് ചെന്നൈ പിന്നെ ബാങ്ക് കിട്ടുന്നു, അതിനുശേഷം ഗുജറാത്ത് ലയൺസ് വരുന്നു, ശേഷം വീണ്ടും ചെന്നൈ തിരിച്ചെടുക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് ചെന്നൈ തിരിച്ചെടുക്കുന്നുണ്ട് റെയ്നയെ. പിന്നെ എന്തോ ഫാമിലി എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഒരു സീസണിന്റെ ഇടയിലാണ് അദ്ദേഹം മടങ്ങുന്നത്. അന്ന് ദുബായില് IPL നടന്ന സമയത്താണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത്. എന്തോ ഫാമിലിയിൽ എന്തോ പ്രശ്നങ്ങൾ, അദ്ദേഹം ഫാമിലി പ്രശ്നങ്ങളല്ല, അദ്ദേഹത്തിന്റെ എന്തോ ഒരു പേഴ്സണൽ മാറ്ററുകൾ മൂലം അദ്ദേഹത്തിന് IPL നിന്ന് അന്ന് അവിടെ വിട്ടു പോന്നു. പക്ഷെ അദ്ദേഹത്തിന് പിന്നീട് ഒരു കംബാക്ക് ഉണ്ടായിട്ടില്ല. നമ്മൾ നേരത്തെ ഈ കെൻ വില്യംസനോട് പറഞ്ഞ പോലെ. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെ അദ്ദേഹം സ്വാഭാവികമായിട്ടും ഏജ് അല്ലെങ്കിൽ ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ വിഷയമായി അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം പിന്നീടും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീടും അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നതും പിന്നീട് അദ്ദേഹം കളിക്കുന്നതും പ്രതീക്ഷിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. അത് മറ്റൊരു കാര്യം. പ്രതീക്ഷിച്ചതിലുപരി അദ്ദേഹം വരണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ തിരിച്ചു വന്നില്ല. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു വേറൊരു നഷ്ടം എന്ന് പറയുന്നത് ABD. പിന്നെ ക്രിക്കറ്റിന്റെ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ ഒരു വിടവാങ്ങലൊരു. ഇപ്പൊ നമ്മളിപ്പോ ഈ മഹി, ധോണി അല്ലെങ്കിൽ റെയ്ന രണ്ടുപേരും ഒരു ദിവസം റിട്ടയർ ആയ ആൾക്കാരാണ്. പക്ഷെ പെട്ടെന്നൊരു റിട്ടയർമെന്റ് ആയിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ഡിവിലിയേഴ്സിന്റെ ഒരു ഇതും കണ്ടത്. അദ്ദേഹം ഒരു വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നൊരു പറയാണ്, ഞാൻ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് ഞാൻ പ്രൊഫഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കണം. അദ്ദേഹം പിന്നീട്, കാരണം നമ്മൾ ഒരു പക്ഷേ അദ്ദേഹം ഇപ്പൊ ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്ത്യക്കാരെന്നുള്ള നിലയിൽ നമ്മൾ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യുള്ളൂ സ്വാഭാവികമായിട്ടും. പക്ഷെ IPL അദ്ദേഹം വരണം എന്നുള്ളത് നമ്മൾ വളരെയധികം ആഗ്രഹിച്ചു. അപ്പോൾ പ്രൊഫഷണൽ ക്രിക്കറ്റിൽ നിന്ന് അദ്ദേഹം വിരമിക്കുക അല്ലെങ്കിൽ റിട്ടയർ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇന്ത്യക്കാരാണ് ഹേറ്റേഴ്സ് ഇല്ലാത്ത പ്ലെയറാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം വളരെ കാലം കളിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. അദ്ദേഹം പെട്ടെന്ന് റിട്ടയർ ആയി പോയി. അത് നമുക്ക് വലിയൊരു നഷ്ടമാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ബോസ് എന്ന് പറയുന്ന ക്രിസ് ഗെയിലും IPL പ്രായം കൊണ്ട് നിർത്തിയതാണ്. എത്രയോ കാലം IPL കളിച്ചിട്ടുള്ള പ്ലെയറാണ്.
ആ ഒരു വെടിക്കെട്ടും. കാരണം വളരെ കുറഞ്ഞ ഇന്നിങ്സുകളിലാണ് അദ്ദേഹം 1000 റണ്ണ് ക്രോസ് ചെയ്തത്. ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരുപാട് റണ്ണ് ഇപ്പോൾ ഏറ്റവും മോസ്റ്റ് റണ്ണുള്ളത് വിരാട് കോഹ്ലിയാണ്. 8000+ റൺ, 8006 അങ്ങനെ എന്തോ റണ്ണുണ്ട്, 8000 ചില്ലറ. അതുപോലെ തന്നെ അങ്ങനെ താഴേക്ക് വരികയാണെങ്കിൽ അപ്പോൾ അദ്ദേഹം അപ്പോൾ അവരുടെയൊക്കെ ഇന്നിങ്സ് നോക്കുകയാണെങ്കിൽ 200-250+ ഇന്നിങ്സുകളുണ്ട്. അപ്പോൾ അവരായാലും രോഹിത് ശർമ്മ ആയാലും ഒക്കെ. പക്ഷേ യൂണിവേഴ്സൽ ബോയ്സ് മിസ്റ്റർ ക്രിസ്റ്റോഫർ ഹെൻറി ഗെയിൽ എന്നുള്ള ആ ഒരു പ്ലെയർ വെറും 142 ഇന്നിങ്സിൽ നിന്നാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഇത്രയും റണ്ണ് 5000 ചില്ലാനം റണ്ണ് സ്കോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കാരണം അദ്ദേഹത്തിന്റെ കളി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹൈറ്റ് അദ്ദേഹത്തിന്റെ ഇമ്പാക്റ്റ് ആയിരുന്നു. ഗ്രീസിലേക്ക് വരുമ്പോ തന്നെ സ്വാഗ് ആണെന്ന് അറിയില്ല. തീർച്ചയായിട്ടും. ഒരു അങ്ങനെ വരാ അല്ല, ആൾക്കാർ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ ശ്രദ്ധിക്കും. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ആ ഒരു കളിശൈലി. കാരണം എത്ര വലിയ ബോളർ വന്നാലും അദ്ദേഹം ആ ഒരു സ്വാഭാവികമായിട്ടും ഒരു അലസത നിറഞ്ഞൊരു കളിയാണ്. പക്ഷെ അലസത ഒരിക്കലും അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടില്ല, വേട്ടയാടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മോശമായിട്ട് ബാധിച്ചിട്ടേ ഇല്ല. ഇപ്പൊ നമ്മള് ഇപ്പൊ ക്രിസ് ഗെയിലിന്റെ കളിശൈലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ നമ്മൾ നേരത്തെ വാർണർ കൊണ്ട് പറഞ്ഞ പോലെ ക്രിക്കറ്റ് ഓൺ ഫീൽഡ് ഒരു പെർഫോമൻസ് കൊണ്ടും ഓഫ് ഫീൽഡ് പെർഫോമൻസ് കൊണ്ടും ആൾക്കാർ വളരെയധികം കയ്യിലെടുത്ത് വരുന്ന വ്യക്തിയാണ് ആര്, ഈ ക്രിസ് ഗെയിൽ എന്നുള്ളത്. കാരണം ഒരു തവണ മങ്കാദിങ്ങിന് പോയിട്ട് ആ സ്റ്റെമ്പിന്റെ അടുത്ത് ഒരു ഡാൻസ് കളിക്കണ പോലെ ചെയ്ത കാര്യങ്ങളൊക്കെ അത് യൂണിവേഴ്സൽ ബോസ് ആണ്. ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു കളിശൈലി എന്ന് പറഞ്ഞാൽ ഒരു താല്പര്യമില്ലാതെ കളിക്കണ പോലെയാണ്. ഒരു മടിയനായ ഒരാൾ ക്രിക്കറ്റ് കളിക്കണ പോലെയാണ് അദ്ദേഹത്തിന്റെ കളി എന്നുള്ളത്. കാരണം വെറുതെ വരുന്നു. അത് കാരണം അത് ഇപ്പൊ നമ്മള് റണ്ണപ്പൊക്കെ ഇപ്പോൾ ഒരു സിംഗിൾ റൺ ഓടുകയാണെങ്കിലും ഡബിൾ റൺ ഓടുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ റണ്ണപ്പൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്രമിച്ച് കളിക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഒരു ബോൾ വരിക, അയാൾ ആ അദ്ദേഹത്തിന്റെ ഹൈറ്റ് കൊണ്ട് നമ്മൾ ഇപ്പോ നടന്നടിക്കുന്ന ഓരോ ഷോട്ടുകളൊക്കെ അദ്ദേഹം നിന്നിട്ട് ജസ്റ്റ് സ്റ്റെപ്പ് അതെ ഒരു എന്താ പറയാ ആക്രമണോത്സുകത, ഔട്ടാവുന്നത് വരെ അദ്ദേഹം വെറുതെ അങ്ങനെ ഔട്ടാവുന്ന ഒരു വ്യക്തിയല്ല. ഔട്ടാവുന്നത് വരെ ആക്രമിച്ച് കളിച്ചിട്ട് വെടിക്കെട്ട് നടത്തിയിട്ട് ഔട്ടാവുക എന്നുള്ള നിലയിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു ക്രിസ് ഗെയിൽ എന്നുള്ളത്. ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ എക്സ്പാൻഡ് ചെയ്ത് പോകുന്ന പുണെ വാരിയേഴ്സ് ഇന്ത്യ ആയിരുന്നു അത്രയും കാലം ഈ 20 ഓവറുകളിൽ 180-190 ഒക്കെ ഒരു വലിയ സ്കോർ ആയിരുന്ന സമയത്ത് അങ്ങനെ അതാണ് അതിന്റെ സ്കോർ എന്നുള്ള സമയത്ത് നിന്ന് ഈ 20 ഓവറിൽ 250 മേലെ റൺ അടിക്കാം എന്ന് കാണിച്ചു തന്നത് ക്രിസ് ഗെയിലാണ്. കാരണം ഇൻഡിവിജ്വൽ 2020 ഹിസ്റ്ററിയിലെ ഇൻഡിവിജ്വൽ ടോട്ടലാണ് 175. വേറെ ഒരാളും ഇതുവരെ അത്ര എത്തിയിട്ടില്ല. 172 ഇന്റർനാഷണൽ ആരോൺ ഫിഞ്ച് എത്തിയിട്ടുണ്ട്, പക്ഷെ 175 ഇതുവരെ ആരും എടുത്തിട്ടില്ല. അത് അടിച്ചത് പൂനെക്കെതിരെ ഒരു ഓവറിൽ ഒരു ഓവറിൽ 5 6, ഒരു ഓവറിൽ 4 6 ഒക്കെ അടിച്ചിട്ടാണ് അദ്ദേഹം അന്ന് അദ്ദേഹം സെഞ്ചുറി തയ്ച്ചത് വളരെ കുറഞ്ഞ ബോളുകളാണ്. 30 ബോളാണ് സെഞ്ചുറി എത്തിയത്. പിന്നെയുള്ള ബോളുകൾ അദ്ദേഹം 75 റണ്ണ് സ്കോർ ചെയ്തു. അപ്പോൾ അത് പറഞ്ഞില്ലേ, ഈ ഇപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ സീസണിൽ കണ്ടു ഹൈദരാബാദ് 2 തവണയാണ് ഒരു 257 അടിച്ചു, 277 അടിച്ചു. ഇപ്പൊ നമ്മൾ നോക്കിയാൽ മതി ഈ 2020 ഇപ്പോൾ ഇതൊരു ഇപ്പൊ ചില കളികളിൽ ODIയിൽ എടുക്കുന്നതിനേക്കാളും സ്കോർ ചെയ്യണം 2020 കളികളുണ്ട്. ഇതിപ്പോ ഇന്ത്യ ലാസ്റ്റ് 297 അടിച്ച കളി നമ്മൾ ശ്രദ്ധിക്കണേ 300ന്റെ മേലെ പോയ കളികളൊക്കെ ഉണ്ട്. അത് നമ്മൾ പറഞ്ഞില്ല. ഇപ്പൊ ക്രിസ് ഗെയിൽ എന്നുള്ള ഒരു വ്യക്തി IPL കൊണ്ടുവന്ന ഒരു സ്വാധീനം അല്ലെങ്കിൽ ഒരു മാറ്റം, ഈ ആക്രമണ ക്രിക്കറ്റ് എന്താണെന്നുള്ളത് കാണിച്ചു തന്ന ഒരു ആളാണ് ക്രിസ് ഗെയിൽ. ഇപ്പൊ ക്രിസ് ഗെയിൽ ഇതുപോലെ ക്രിസ് ഗെയിൽ വിരമിച്ചപ്പോഴും IPL പ്രേമിയായ ഒരാൾക്ക് വളരെയധികം മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ സീസണിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ക്രിസ് ഗെയിലിനെ പറ്റി പറഞ്ഞു, ABDനെ പറ്റി പറഞ്ഞു, റെയ്ന, അങ്ങനെ വാർണർ, എല്ലാ താരങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു. ഈവൻ ഇപ്പൊ കളിക്കുന്ന കോഹ്ലി, രോഹിത്, ഇവരെ പറ്റിയൊക്കെ അതായത് മൊത്തത്തിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ. പക്ഷെ ഇവർക്കാട്ടിയും കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് ഒരൊറ്റ പ്ലെയർ അൺക്യാപ്ഡ് ആയിട്ട് കളിക്കുന്നുണ്ട്. ഒരു പ്ലെയർ ഈ സീസണിൽ അൺക്യാപ്ഡ് താരത്തിന്റെ കോർട്ടിൽ വന്നിട്ടാണ് ഒരു ടീമിനായിട്ട് കളിക്കുന്നത്. വേറെ ആരുമല്ല, മാഹി ധോണി എന്ന് പറയുന്നത്. ശരിക്കും ഈ സീസണിൽ എനിക്ക് തോന്നുന്നു ചെന്നൈ ആകെ ആവശ്യപ്പെട്ടത്, BCCനോട് ആവശ്യപ്പെട്ടത് ആ ഒരു കാര്യമാണ്. അതായത് അതുവരെ അതിന്റെ റൂൾ ഉണ്ടല്ലോ, എത്ര വർഷം നാഷണൽ ടീമിന് വേണ്ടി അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കളിക്കാത്ത ഒരു പ്ലെയറിനെ അൺക്യാപ്ഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത്. സോ ആ ഒരു ലിസ്റ്റിൽ വന്നിട്ടാണ് ഇപ്പൊ മാഹി കളിക്കുന്നത്. ഇപ്പൊ നമ്മള് ഇപ്പോ ഈ MS-നെ പറ്റി പറയുകയാണെങ്കിൽ ദ മോസ്റ്റ് സക്സസ്ഫുൾ ക്യാപ്റ്റൻ ഇൻ ഇന്റർനാഷണൽ ക്രിക്കറ്റ്. ഇപ്പൊ ക്രിക്കറ്റിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ IPL ആണെങ്കിലും ഇന്റർനാഷണൽ ആണെങ്കിലും എല്ലാം കൊണ്ടും ഒരു മോസ്റ്റ് സക്സസ്ഫുൾ ആയ ഒരു ക്യാപ്റ്റനാണ് ദ ക്യാപ്റ്റൻ കൂൾ, വൺ ആൻഡ് ഓൺലി മഹേന്ദ്ര സിംഗ് ധോണി. ഇന്ത്യയുടെ അഭിമാനം, ജാർഖണ്ഡിന്റെ അഭിമാനം, റാഞ്ചിയുടെ അഭിമാനം. അത് ഏറിയ ട്രെയിൻ ടിക്കറ്റ് കളക്ടറിൽ നിന്നും അതെ ആ ഒരു അത് സെൻസേഷൻ നമുക്ക് എല്ലാവർക്കും അറിയണതാണ് അദ്ദേഹം ഉണ്ടാക്കിയ ഇമ്പാക്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഏതൊരു ചെന്നൈ ആരാധകൻ അല്ലെങ്കിൽ ഇന്ത്യൻ ടീം ആരാധകൻ എന്നതിലും എല്ലാവരും ആഗ്രഹിക്കുന്നത് ധോണീന്റെ ഒരു എന്താ പറയാ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഒരു തിരിച്ചുവരവ്. പക്ഷെ അതിനിപ്പോൾ ഏതായാലും സംഭവിക്കാൻ പോണില്ല. കാരണം ഇപ്പോൾ ധോണിന്റെ കളിശൈലി നോക്കുകയാണെങ്കിൽ കാരണം അദ്ദേഹം ഇപ്പോൾ നേരത്തെ നമ്മൾ ഗെയിലിനെ കൊണ്ട് പറഞ്ഞാൽ ഒരു ഗ്രൗണ്ടിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ
എന്താണ് ഒരു വലിയൊരു സംഭവമാണ്. ഇനി ചെന്നൈയിലായിക്കോട്ടെ, ഹോം ഗ്രൗണ്ടായ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലായിക്കോട്ടെ, മുംബൈ ആയിക്കോട്ടെ, ബാംഗ്ലൂർ, ഏതൊരു സ്റ്റേഡിയത്തിൽ അദ്ദേഹം ആ ഒരു 22 യാർഡ്സ് പിച്ചിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവണ ആ കാണികളുടെ ഒരു ആവേശം നമ്മൾ എത്രയോ കളികൾ കണ്ടതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു കുറച്ച് സീസണുകളായിട്ട് അദ്ദേഹം വരുന്നത് 5th അല്ലെങ്കിൽ 6th ചിലപ്പോൾ അതിനായിട്ട് താഴത്തായിരുന്നു. ആ ഒരു ഓർഡറിലാണ് അദ്ദേഹം വരുന്നത്. ടോപ്പ് ഓർഡറിൽ അല്ലെങ്കിൽ ഒരു 1 ഡൗൺ അല്ലെങ്കിൽ 2nd ഡൗൺ ആയിട്ടൊക്കെ വന്നിരുന്ന ആള് ഈ ഒരു വരുന്ന കാരണം ചിലപ്പോൾ 2-3 ബോൾ വെക്കുള്ളൂ. ആ ബോളിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു ഓളം അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ആ ഹാർദിക് പാണ്ഡ്യ 6 അടിച്ചു, 3 ബോൾ നേരിട്ട് 3 ബൗണ്ടറി അടിച്ചിട്ട്. അപ്പൊ പറഞ്ഞ ധോണി എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വലിയൊരു സംഭവമാണ്. നമുക്കത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത, ക്രിക്കറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്തൊരു. ഒരുപാട് ഇന്റർനാഷണൽ പ്ലേയേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കളിച്ചതിൽ ഞങ്ങൾക്ക് ഏറ്റവും, ചെന്നൈയിൽ കളിച്ചതായാലും ഇനിയിപ്പോ പൂനെയില് കളി സമയത്തൊക്കെ ആയപ്പോഴും പറഞ്ഞതല്ലേ, ഞങ്ങൾ കളിച്ചതിൽ ഏറ്റവും മികച്ച ക്യാപ്റ്റൻസി ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഇതിനോട് ക്യാപ്റ്റൻസി എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം അൺക്യാപ്ഡായി. എന്നാലും അദ്ദേഹം ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഒരാൾ IPL കളിക്കുന്നത് തീർച്ചയായിട്ടും ധോണി തന്നെയാണ്. സോ ധോണി എന്ന് പറയുന്ന ഒരു പ്ലെയർ നമ്മുടെ ടീമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ധൈര്യമാണ്. അതെ, തീർച്ചയായിട്ടും. നമുക്ക് ധോണിനെ പറ്റി, ധോണിന്റെ ആ ഒരു ഇമ്പാക്ടിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ 2019 വേൾഡ് കപ്പില് ആ ഒരു മാച്ചാണ്, സെമി ഫൈനല് ന്യൂസിലാൻഡ് ഫൈനൽ മാച്ച്, അതായത് ധോണിന്റെ ഫൈനൽ മാച്ച്. ആ മാച്ചിന് പ്രത്യേകത വെച്ചാൽ അതുവരെയുള്ള ഒരു പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്തായാലും ജയിക്കും എന്നുള്ള, അതായത് നമ്മൾ ആ വിന്നിംഗ് പ്രഡിക്റ്റർ കാണിക്കും. അപ്പൊ അതില് ഇന്ത്യയാണ് മുമ്പിൽ നിൽക്കുന്നത്. പെട്ടെന്ന് പൊടുന്ന ധോണി റൺഔട്ട് ആവുകയാണ്. അതിനുശേഷം കാര്യങ്ങള് മാറി വരിക പറഞ്ഞാൽ ഇന്ത്യ വേൾഡ് കപ്പിൽ തന്നെ പുറത്താവണം. അവർ ധോണി റൺഔട്ട് ആവുമ്പോൾ നമുക്ക് കാണാം ആ ഡഗ് ഔട്ടിൽ മൊത്തം ആ ഒരു ഇമ്പാക്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതാണ് ആ ധോണിയുടെ ഇമ്പാക്ട് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഡഗ് ഔട്ട് മാത്രമല്ല, നമ്മൾ അപ്പോൾ ഇംഗ്ലീഷ് അമ്പയർ റിച്ചാർഡ് കിറ്റിൽബറോ അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു നേരത്തിൽ നമ്മളന്ന് സോഷ്യൽ മീഡിയ സ്വാഭാവികമായിട്ട് 2019 സോഷ്യൽ മീഡിയ കത്തിക്കുന്ന സമയമുള്ള, അപ്പൊ അന്ന് നമ്മൾ കണ്ടതാണ്. അപ്പൊ എത്രത്തോളം ആളുകൾ ഇപ്പൊ ഇന്ത്യൻസ് ആയാലും പുറത്തുനിന്നുള്ള ആളുകളായാലും ധോണിന്റെ കളി കാണാൻ ആഗ്രഹിക്കുന്ന എത്രത്തോളം ആളുകൾ അതിലുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ അപ്പൊ അങ്ങനെയുള്ള ഒരാളെ കാര്യം നമ്മളിപ്പോ IPL-ലേക്ക് വരികയാണെങ്കിലും ഇപ്പോ ഒരു പക്ഷേ മേ ബി ഇതായിരിക്കാം അദ്ദേഹത്തിന്റെ ലാസ്റ്റ് IPL സീസൺ. സ്വാഭാവികമായിട്ടും വയസ്സ് അല്ലെങ്കിൽ ഫിറ്റ്നസ് ഒക്കെ പ്രശ്നമായിട്ട് വരികയാണ്. കാരണം സ്വാഭാവികമായിട്ടും ഒരു 40+ ആളുകൾ ഏജുള്ള ഒരാൾക്ക് ഈ 20s അല്ലെങ്കിൽ 30s നിൽക്കുന്ന ഒരാളെ ഫിറ്റ്നസ് ഏതായാലും ഉണ്ടാവില്ല, കാരണം മനുഷ്യനായതുകൊണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരാൾ അൺക്യാപ്ഡ് ആയിട്ട് നിൽക്കുക, അദ്ദേഹം ക്യാപ്റ്റനായിട്ട് തിരിച്ചു വരണം നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ സാധിച്ചിട്ടില്ല, അത് മറ്റൊരു കാര്യം. അപ്പൊ IPL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്, കുറെ ആളുകൾ വരും, കുറെ ആളുകൾ പോകും. അതെ, IPL എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഫ്രാഞ്ചൈസി ലീഗാണ്. അപ്പോൾ അതില് ഫീലിക്സിനേക്കാൾ കൂടുതൽ വേറെ കുറെ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അതായത് ആ ഓരോ പ്ലേയേഴ്സിന്റെ അപ്പത്തെ ഒരു ഫിറ്റ്നസും അല്ലെങ്കിൽ അവർ കളിക്കുന്ന രീതിയും അതിലുപരി എല്ലാ കാര്യങ്ങളും പലരും വന്നു പോകുന്നുണ്ട്. അങ്ങനെ കുറെ എന്തായാലും ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മളെ ഒരു ഫീലിംഗ് കൊണ്ട് മാത്രം ഒന്നുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഈ പല പ്ലേയേഴ്സിന്റെ കാര്യത്തിലായാലും IPL 2025 എന്ന് പറഞ്ഞാല് എനിക്ക് തോന്നുന്നു കൂടുതൽ പ്ലേയേഴ്സ് വരുന്നുണ്ട്, പല നല്ല പുതിയ പ്രതീക്ഷകളുണ്ട്. പല പ്ലേയേഴ്സിനും നല്ല രൂപത്തിൽ കളിക്കാൻ കഴിയട്ടെ, അല്ലെങ്കിൽ നല്ല ടീം എല്ലാ ടീമുകൾക്കും നല്ല രൂപത്തിൽ പെർഫോം ചെയ്യാൻ കഴിയട്ടെ ആത്മാർത്ഥ IPL ഇനിയും സുന്ദരമായി തീരട്ടെ എന്നുള്ളതാണ്. സോ അല്ലെങ്കിൽ IPL നമുക്ക് കാണാൻ കഴിയുന്നതിനെ പ്രതീക്ഷിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് അസ്.